ശരിക്കും പറഞ്ഞാൽ ടി വിക്ക് ഒറ്റയ്ക്ക് നിന്ന് കേരളത്തിൽ ഭരണം പിടിക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. സതീശൻ നമ്മുടെ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ അതിൻ്റെ തലേ ദിവസം വിജയ് വരുന്നതനുസരിച്ച് ഒരു TVK പ്രവർത്തകനോ ഫാൻസോ അല്ല, എത്രയോ ജനങ്ങൾ അവിടെ വന്നടിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളി വരകുവിനെ എനിക്ക് തോന്നുന്നു ക്യാൻസൽ ആയത്. കാരണം ആ ഒരു പ്രഭ അങ്ങ് മാറും. NCP എന്ന പാർട്ടി രണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? പുതിയ പുതിയ ആൾക്കാരെ അവർ കണ്ടെത്തിയാലേ പറ്റുള്ളൂ. പല ആൾക്കാർ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അങ്ങോട്ട് ഓടുകയാണ് ചെയ്യുന്നത്. കാരണം ആർക്കും താല്പര്യമില്ല, ഒന്നത് ഭരണമില്ല, താല്പര്യമില്ല. TVKയുടെ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിനൊപ്പം ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം നിൽക്കാനാണല്ലോ സാധ്യത. ഇനി മറിച്ച് ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പമല്ല, ഒറ്റയ്ക്ക് മത്സരിക്കാൻ. നമുക്കറിയാം തെരഞ്ഞെടുപ്പ് സമയത്ത് TVKക്ക് ഒരു പിന്തുണയും തമിഴ്നാട്ടിലെ ഒരു കക്ഷികളിൽ നിന്നും ലഭിച്ചില്ല. വിജയിച്ചതിന് ശേഷമാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ TVKക്കൊപ്പം പോകുന്നത്. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ കേരളത്തിൽ അത് അത്ര എളുപ്പമല്ല. കാര്യം നമുക്കൊരു അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു രീതിയുണ്ട്, പരമ്പരാഗതമായിട്ടുള്ള പാർട്ടികൾക്ക് വോട്ട് ചെയ്യൂ എന്നൊരു നിലപാട്. ഇപ്പൊ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് എങ്കിൽ കൈ കണ്ടാൽ വോട്ട് ചെയ്യുന്നവരും, മറിച്ച് അവിടെ CMBയുടെയോ RSPയുടെയോ ആണെങ്കിൽ വോട്ട് ചെയ്യാത്ത വോട്ടർമാരുള്ള സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അത് TVKക്ക് വലിയ തിരിച്ചടിയാകില്ലേ? ഒരു തിരിച്ചടിയുമില്ല. കാരണം ഞാൻ NCP എടുത്ത് പറഞ്ഞാൽ അതിനകത്ത് വന്ന ഒരാളായതുകൊണ്ടാണ്. NCPയുടെ ചിഹ്നം എന്താണ്? ആദ്യം ക്ലോക്കായിരുന്നു, ടൈം പീസ് ആയിരുന്നു, അത് കഴിഞ്ഞ കുഴലൂത്ത് എന്നുള്ള ചിഹ്നമായിരുന്നു. പക്ഷെ അതിനകത്ത് ആൾക്കാർ LDFന്റെ ഭാഗമായിട്ട് നിന്നിട്ട് ആൾക്കാർ അത് വോട്ട് ചെയ്ത ചിഹ്നമല്ല ഇതിനകത്ത് പ്രശ്നം. നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ശരിക്കും പറഞ്ഞാൽ TVK ഒറ്റയ്ക്ക് നിന്ന് കേരളത്തിൽ ഭരണം പിടിക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം തമിഴ്നാട് 38-39 ജില്ലകളുള്ളൊരു സ്ഥലമാണ്. നമ്മുടെ ജില്ല 14 ഉള്ളൂ. അപ്പം തമിഴ്നാടിൻ്റെ ഉള്ളതിൻ്റെ ഒരു 1/4% സ്ഥലം മാത്രമേ നമ്മുടെ കേരളത്തിലുള്ളൂ. നമ്മൾ ഈ ആശയങ്ങൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചും ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിയാൽ, പണ്ടത്തെ കാലമല്ല, നമുക്കറിയാം ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രം വിശ്വസിച്ച് നിൽക്കുന്ന ആൾക്കാരല്ല കേരളത്തിലെ ജനങ്ങൾ. കാരണം 5 വർഷം കോൺഗ്രസ് എങ്കിൽ 5 വർഷം CPM, അല്ലെങ്കിൽ അടുത്ത 5 വർഷം. ഇപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം പിണറായി സർക്കാർ മാത്രമാണ് 10 വർഷം ഇരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. അവരാണ് തീരുമാനിക്കുന്നത് ആര് വേണമെന്ന്, രാഷ്ട്രീയ വോട്ടുകളല്ല. അപ്പോൾ ആ കാലം മാറി. ഇപ്പോൾ യുവജനങ്ങളും മറ്റുള്ളവരൊക്കെ പണ്ടത്തെ മാതിരി അന്ധമായ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന ആൾക്കാരല്ല. നമുക്കറിയാം കണ്ണൂർ പണ്ട് എന്തായിരുന്ന അവസ്ഥ, ഇന്ന് അതൊക്കെ മാറിയില്ലേ? അപ്പം നാളെ ഇത് മാറ്റം വരും. TVK എന്ന് പറയുന്ന ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 3ാമത് അല്ലെങ്കിൽ 4ാമതൊരു ഓപ്ഷൻ ഇല്ല. ഒന്നീ കോൺഗ്രസ് അല്ലെങ്കിൽ CPM അല്ലെങ്കിൽ BJP. ഇത് വേറൊരു ഓപ്ഷനായിട്ട്, വേറൊരു ആശയമായിട്ട് ഒരു പാർട്ടി വരുമ്പോൾ തീർച്ചയായിട്ടും അവർ സ്വീകരിക്കും. ഇപ്പോൾ NCP അല്ലെങ്കിൽ അതിനൊക്കെ മറ്റേ കേരള കോൺഗ്രസ് അങ്ങനെയുള്ള പാർട്ടികൾക്ക് സംഭവിക്കുന്നതാണ്, അവർ ഒതുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ NCP ഇപ്പോൾ രണ്ടായി, ഇപ്പോൾ ഇനി പിളർന്ന് ഇപ്പോൾ രണ്ടായി. ഒന്ന് PC ചാക്കോ സാറിൻ്റെയും മറ്റേ തോമസ് കെ തോമസിൻ്റെയും. ഇനി ആകെ 10 പേരുണ്ട്. ഈ 5 ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ വളരുംതോറും പിളരുംതോറും വളരുക എന്നുള്ള നിയമം കേരളത്തിൽ. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് നേരിട്ടറിയാം. കാരണം നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ പോലും പല സ്ഥലങ്ങളിലും യുവാക്കൾ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമില്ലാത്ത ആൾക്കാർ, ഞാൻ ഉദാഹരണം, നമ്മൾ സതീശൻ നമ്മുടെ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ അതിൻ്റെ തലേ ദിവസം വിജയ് വരുന്നതനുസരിച്ച് ഒരു TVK പ്രവർത്തകനോ ഫാൻസോ അല്ല, എത്രയോ ജനങ്ങൾ അവിടെ വന്നടിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളി വരകുവിനെ എനിക്ക് തോന്നുന്നു ക്യാൻസൽ ആയത്. കാരണം ആ ഒരു പ്രഭ അങ്ങ് മാറും. അതുകൊണ്ടാണ് പുള്ളി വരണ്ടെന്ന് വെച്ചത്. അപ്പോൾ അത്രയും ജനങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അവർ അംഗീകരിക്കുന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം തമിഴ്നാട്ടിൽ ചെയ്തു. വന്ന ഉടൻ 400ഓളം മദ്യഷാപ്പുകൾ പൂട്ടി, കുട്ടികൾക്ക് സൗജന്യ ബസ് യാത്ര, ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഒരു ക്ഷേത്രത്തിലേക്ക് പോയി 4000 രൂപ കൈക്കൂലി ചോദിച്ചതിന് ഉടനെ സസ്പെൻഡ് ചെയ്തു. നമ്മൾ കേരളത്തിലാണെങ്കിൽ നടക്കും, കേരളത്തിൽ നടക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഈ അഴിമതി വിരുദ്ധ ഭരണം അദ്ദേഹം അവിടെ കാഴ്ച വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഓളം കേരളത്തിലുണ്ടാവും. കാരണം NCP എന്ന രാഷ്ട്രീയ പാർട്ടി മഹാരാഷ്ട്രയിലുള്ള ഒരു പാർട്ടിയാണ്. അത് കേരളത്തിൽ വളരെ സജീവമാണ്. PC ചാക്കോ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 1000-2000ഓളം പേരെ വെച്ചുകൊണ്ട് തിരുവനന്തപുരം എറണാകുളത്ത് ഒരു വലിയൊരു പരിപാടി വെച്ചു. പക്ഷെ ഇന്നത് നടക്കില്ല. കാരണം എന്താണ്? മടുത്തു, ആൾക്കാർ മടുത്തു. കാരണം ഈ രാഷ്ട്രീയം എല്ലാം മടുത്തു. കാരണം ഇപ്പോൾ വേറൊരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അത് അംഗീകരിക്കും. ഇപ്പോൾ വിജയ് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ, അതേ യുവാക്കളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു സ്റ്റാർ വാല്യൂ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൽ നല്ലൊരു മാറ്റം വരും കാലങ്ങളിൽ ഉണ്ടാകും. ഇപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. നമ്മളൊരു 2-3 വർഷം കഴിയുമ്പോഴേ ഇതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ കേരളത്തിലൊരു പാർട്ടി വരുമ്പോൾ ശരിക്കും ഏതൊരു പാർട്ടി ആയാലും നമ്മൾ ഒന്നേന്ന് ആൾക്കാരെ കണ്ടെത്തുക. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം, ഇപ്പോൾ NCP എന്ന പാർട്ടി രണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? പുതിയ പുതിയ ആൾക്കാരെ അവർ കണ്ടെത്തിയാലേ പറ്റുള്ളൂ. പല ആൾക്കാർ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അങ്ങോട്ട് ഓടുകയാണ് ചെയ്യുന്നത്. കാരണം ആർക്കും താല്പര്യമില്ല, ഒന്നത് ഭരണമില്ല, താല്പര്യമില്ല. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതുവരയ്ക്കും കേരളത്തിൽ തുടങ്ങാത്തൊരു പാർട്ടിക്ക്, ഇപ്പം നേരത്തെ എന്നോട് പറഞ്ഞു പലയിടത്തും തൃശ്ശൂർ അവിടെ ഇവിടെയൊക്കെ വിമതർ അങ്ങനെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അത് ശരിക്കും പറയുന്നത് പോസിറ്റീവായിട്ടാണ് ഞാൻ എടുക്കുന്നത്. കാരണം
കേരളത്തിൽ തുടങ്ങാത്തൊരു പാർട്ടിയിൽ ഞാൻ TVKയുടെ പ്രവർത്തകനാണ്, അല്ലെങ്കിൽ ഞാൻ വിജയിയുടെ പാർട്ടിയുടെ ആളാണെന്ന് പറയാൻ കേരളത്തിൽ ആളുണ്ടെങ്കിൽ അത് ഒരു പോസിറ്റീവായിട്ട് നമുക്ക് എടുത്തുകൂടെ? മറ്റൊരു പാർട്ടിക്ക് ആൾ കിട്ടാതെ അവർ അങ്ങോട്ട് വിളിക്കുകയാണ്. ഇപ്പോൾ ഏതൊരു രാഷ്ട്രീയ പാർട്ടി ആയാലും, കേരള കോൺഗ്രസ് ആയാലും ഏത് പാർട്ടി ആയാലും, അവർ ആൾക്കാരെ ചാക്കിട്ട് പിടിക്കാൻ നിൽക്കുകയാണ്. ഭരണമില്ലാത്ത പാർട്ടി, കേരളത്തിൽ പ്രവർത്തനം ഇല്ലാത്തൊരു പാർട്ടി, പ്രവർത്തനം തുടങ്ങാത്തൊരു പാർട്ടിയിൽ ഓരോരുത്തർ പറയുകയാണ് ഞാനാണ് TVKയുടെ കേരളത്തിലെ നേതാവ് എന്ന് പറഞ്ഞ് വരുന്നെങ്കിൽ നമ്മൾ അവരെ അംഗീകരിക്കണം, അവരെ മാറ്റി നിർത്തിയല്ല ചെയ്യേണ്ടത്. അത് തീർച്ചയായിട്ടും കേരളത്തിൽ ആ ഒരു തരംഗം നമുക്ക് പ്രതീക്ഷിക്കാം. തമിഴ്നാട് മുഖ്യമന്ത്രിയും TVKയുടെ നേതാവുമായിട്ടുള്ള വിജയ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വരുമെന്നും പിന്നീട് വരികയുണ്ടായില്ല. അങ്ങനെയാണെങ്കിൽ TVKയുടെ ഒരു ചടങ്ങിൽ, അല്ലെങ്കിൽ ആദ്യം കേരളത്തിൽ നടക്കുന്ന TVKയുടെ ഒഫീഷ്യൽ ചടങ്ങിൽ വിജയ് എത്താനുള്ള സാധ്യതയുണ്ടോ? അദ്ദേഹം വരുന്നുണ്ട്. ജൂലൈ മാസത്തിൽ നമ്മളിതൊരു ക്രോഡീകരിച്ച് വരുന്നെങ്കിൽ ആദ്യത്തെ പ്രോഗ്രാം ഞാൻ നേരത്തെ പറഞ്ഞെങ്കിൽ തിരുവനന്തപുരത്തായിരിക്കും. ആ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും, അത് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിയുമായി ചർച്ചകൾ നടക്കുന്നു, കോൺഗ്രസും അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയുമായി ചർച്ചകൾ നടക്കുന്നു. ആ ചർച്ചകൾ ഒരു തരത്തിൽ പരാജയപ്പെടുകയാണ് എങ്കിൽ BJPക്ക് കൈകൊടുക്കാൻ TVK തയ്യാറാകുമോ? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഒറ്റയ്ക്ക് നിൽക്കാമെന്ന നിലപാടെടുക്കും. ഏത് നിലപാടായിരിക്കും എടുക്കും? അല്ല, TVKക്ക് ഇപ്പോൾ കോൺഗ്രസിന്റെ സഹായം വേണ്ട. തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം 5 സീറ്റാണ് അവർക്കുള്ളത്. 2 മന്ത്രിസ്ഥാനം കൊടുത്തു. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ എടുക്കുക, DMK സർക്കാർ എത്രയോ വർഷം കൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരാണ്. അവിടെയും കോൺഗ്രസ് DMKക്ക് സപ്പോർട്ട് ചെയ്ത ഒരു പാർട്ടിയാണ്. പക്ഷെ ഒരു മന്ത്രിസ്ഥാനം പോലും അവർക്ക് കൊടുത്തിട്ടില്ല, മുന്നണി മര്യാദകൾ ഒന്നും ചെയ്തിട്ടില്ല. അവർ ആ ഏകാധിപത്യത്തോട്. പക്ഷേ വിജയ് വന്ന സമയത്ത് എന്താണ്, മുസ്ലിം ലീഗിനെ പോലും കൂടെ നിർത്തിയിട്ട് അവർക്കെല്ലാം ആവശ്യമുള്ള മന്ത്രിസ്ഥാനവും കാര്യങ്ങളൊക്കെ കൊടുത്ത് കൂടെ നിർത്തുന്നുണ്ട്. ഇപ്പൊ കോൺഗ്രസ് ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ TVKക്ക് മുന്നോട്ട് പോകാം. കാരണം കേരളത്തിൽ വരുമ്പോഴാണ്, അല്ല, ഞാൻ തന്നെ പറഞ്ഞു വരുന്നത്, TVKക്ക് മുന്നോട്ട് പോകാം. കാരണം ഇപ്പൊ ADMK പിളർന്ന് 37ഓളം ആൾക്കാർ നിൽക്കുകയാണ്. അടുത്ത ബൈ ഇലക്ഷൻ വരാൻ പോകുന്ന തമിഴ്നാട്ടിൽ അവിടെ 4-5ഓളം സ്ഥലത്ത് വീണ്ടും ബൈ ഇലക്ഷൻ ഉണ്ടാവും. അപ്പൊ അവരെല്ലാം TVKയിലേക്ക് വരാൻ നിൽക്കുകയാണ്. അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിലും TVK വളരെ, കാരണം ഇപ്പൊ ഞാൻ നേരത്തെ അതാണ് പറഞ്ഞത്, ഈ യുവാക്കളുടെ ഇടയിലൊക്കെ കോൺഗ്രസോ അല്ലെങ്കിൽ CPM അങ്ങനെ ഒരു ഇത് ചിന്തയില്ല. ഇത് ഒറ്റക്കക്ഷിയായിട്ട് നിന്ന് പോകുന്നതായിരിക്കും ഇതിന്റെ മുന്നോട്ടുള്ള ഭാവിക്ക് ഏറ്റവും നല്ലത്. പിന്നെ ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം TVKയെ സംബന്ധിച്ചുള്ള CPMന്റെ സപ്പോർട്ടുണ്ട് തമിഴ്നാട്ടിൽ. CPM CPI ഉൾപ്പെടെയുള്ള പാർട്ടികൾ സപ്പോർട്ട്, അവരൊക്കെ അംഗീകാരത്തോടു കൂടിയാണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അതൊരു വിഷയമല്ല. TVK ശരിക്കും പറഞ്ഞാൽ ഒറ്റക്കക്ഷിയായിട്ട് നിന്നിട്ട് കേരളത്തിൽ അവരെ പ്രവർത്തനം കാഴ്ചവെച്ച് പോകും എന്നായിരിക്കും എൻ്റെ താല്പര്യം. ഇത് ഇനിയിപ്പോൾ നാളെ അത് എങ്ങനെയാകും നമുക്ക് ഇപ്പം ചിന്തിക്കാൻ പറ്റും. കാരണം അതിനൊരു ജനറൽ ബോഡി ഉണ്ട്, ഒരു കമ്മിറ്റി ഉണ്ട്, അവരാണ് അത് തീരുമാനിക്കുന്നത്. അല്ല, ഏതെങ്കിലും തരത്തിൽ BJPക്ക് കൈ കൊടുക്കും? ഒരിക്കലുമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇതിന് മുമ്പേ ആകാമായിരുന്നു. ഒരുപാട് ഓഫർ വിജയുടെ അടുത്ത് വെച്ചിട്ടുള്ളതാണ് ഇവർ. കാരണം ജനനായകൻ സിനിമ തൊട്ട് എന്തെല്ലാം, ഞാനാണ് നേരത്തെ പറഞ്ഞു, ഇലക്ഷനും തൊട്ട് മുമ്പ് നടന്ന മീറ്റിങ്ങിൽ ഒരു മണിക്കൂർ ഏർപ്പെട്ട ആ പ്രോഗ്രാം എല്ലാം ക്യാൻസൽ ചെയ്തത്. എന്തെല്ലാം കേസുകൾ പുള്ളിക്ക് മേൽ കൊണ്ടുവന്നു. ഈ ജയിക്കുന്നത് വരെ പുള്ളി അവർ മാക്സിമം എന്തെല്ലാം രീതിയിൽ ഉപദ്രവിക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്തിട്ടുണ്ട്. BJPക്കായിട്ട് കൈ കൊടുക്കണമെങ്കിൽ ഇതിന് മുമ്പേ അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നു. ഇപ്പൊ 2 വർഷം മാത്രം, അല്ലെങ്കിൽ 2 വയസ്സ് മാത്രമുള്ള TVK ആണ് തമിഴ്നാട്ടിൽ അധികാരത്തിലെത്തുന്നത്. കേരളത്തിൽ ഒറ്റയ്ക്ക് നിന്നാൽ അത്ര എന്തായാലും ഉടനെ തന്നെ, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ കാണിച്ച പോലെ ഒരു മാജിക് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ കേരളത്തിൽ എന്തായാലും TVK പാർട്ടി തുടങ്ങാൻ ആരംഭിക്കാൻ പോകുന്നു. മറ്റ് ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ഇനി അടുത്ത പാർട്ടി എന്തായാലും വളരണമല്ലോ? നമ്മളിപ്പോൾ പ്രധാനമായിട്ട് 4 സ്റ്റേറ്റുകളാണ് ലക്ഷ്യമിട്ടേക്കുന്നത്. ഒന്ന് തമിഴ്നാടുണ്ട്, കേരളം, കർണാടക, ആന്ധ്ര. ഇത്രയും സ്ഥലത്താണ് ആദ്യമായിട്ട് പാർട്ടി തുടങ്ങാൻ പോകുന്നത്. ഇപ്പോൾ കർണാടകയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കേരളത്തിനോടൊപ്പം തന്നെ കർണാടകയിലും എൻ്റെ പ്രവർത്തനം തുടങ്ങാനുള്ള ചാൻസ് ഉണ്ട്.